സതീഷ് സാറ് ഐൻസ്റ്റൈൻ തിയറിയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ മഹാരാജാസ് 150 വർഷമായിട്ട് പറയുകയാണ്. ചില ഈ കേരള യൂണിവേഴ്സിറ്റിക്കാരൊക്കെ പറയാറുണ്ട്, യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈനെ വൈസ് ചാൻസലറായിട്ട് ക്ഷണിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അത് കഥയാവാനാണ് സാധ്യത, കാരണം അതിന് തെളിവൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, മഹാരാജാസ് കോളേജ് തുടങ്ങിയപ്പോൾ ഐൻസ്റ്റൈൻ എന്ത് ചെയ്യായിരുന്നു? മഹാരാജാസ് കോളേജ് ആയത് 1875 പക്ഷെ അന്ന് ഐൻസ്റ്റൈൻ ജനിച്ചിട്ടില്ല. 1879 ഐൻസ്റ്റൈൻ ജനിക്കുന്നത്. ഐൻസ്റ്റൈൻ മാത്രമല്ല, ഷ്രോഡിഞ്ചറോ ഹൈസൻബർഗോ ഡിറാക്കോ പോളിയോ ഒന്നും അന്ന് ജനിച്ചിട്ടില്ല. അപ്പോൾ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഓവർ ക്ലാസിക്കൽ മെക്കാനിക്സ്, സെക്കൻഡ് ഓവർ ക്ലാസിക്കൽ മെക്കാനിക്സ്, തേർഡ് ഓവർ ക്ലാസിക്കൽ മെക്കാനിക്സ്, എല്ലാം ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പലരും ധാരണ ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഡെഡ് സബ്ജക്റ്റിലാണ്. അങ്ങനെയല്ല. ഇപ്പോഴും നമ്മൾ റിസർച്ച് സെമിനാർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേഷൻ നടത്തുന്ന എല്ലാം ന്യൂട്ടോണിയൻ ബേസിക്സ്, ന്യൂട്ടോണിയൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് മാത്രമല്ല, ന്യൂട്ടോണിയൻ മെക്കാനിക്സിലും ഇപ്പോഴും ധാരാളം റിസർച്ച് നടക്കുന്നുണ്ട്. ലൈക്ക് 3 ബോഡി പ്രോബ്ലംസ് അടുത്ത കാലത്ത് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ വളരെ റീസെൻ്റായിട്ട് ധാരാളം പേപ്പേഴ്സ് വന്നിട്ടുണ്ട് മെനി ബോഡി പ്രോബ്ലംസിനെ സംബന്ധിച്ച്. സോ മൈ ടോപ്പിക് ഈസ് റീവിസിറ്റിംഗ് ന്യൂട്ടൺസ്. അത് പ്രിൻസിപ്പിയ എന്ന് പറയണോ പ്രിൻകിപ്പിയ എന്ന് പറയണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ടോക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് സുബ്രഹ്മണ്യം ചന്ദ്രശേഖരൻ്റെ ടോക്കാണ്. മദ്രാസിൽ വെച്ചിട്ട് ഇതിൻ്റെ 300ാം വാർഷികം ആചരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് ടോക്ക് നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രിൻകിപ്പിയ എന്നാണ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ ഒരിടത്ത് പ്രിൻകിപ്പിയ എന്ന് എഴുതിയപ്പോൾ ഒരു ലാറ്റിൻ എക്സ്പെർട്ട് പറഞ്ഞു അതത്ര ശരിയല്ല. പ്രിൻകിപ്പിയ എന്ന് പറയുന്നത് പണ്ട് പള്ളിക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ക്ലാസിക് ലാറ്റിനിലുള്ളതാണ്. ന്യൂട്ടൻ്റെ കാലത്തായപ്പോഴേക്കും കുറച്ചുകൂടി മോഡേൺ ലാറ്റിൻ വന്നിരുന്നു. അതിൽ പ്രിൻസിപ്പിയ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പ്രിൻസിപ്പിയ എന്ന് പറയാം. അപ്പോൾ ന്യൂട്ടൺ പുസ്തകം എഴുതിയത്, പ്രിൻസിപ്പിയ എഴുതിയത് ലാറ്റിനിലാണ്. അത് എന്തിനാണ് ലാറ്റിനിൽ എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് എഴുതിയത്? ആക്ച്വലി അത് പക്ഷേ ഒപ്റ്റിക്സ് എഴുതിയത് ഇംഗ്ലീഷിലാണ്, ന്യൂട്ടൺ തന്നെ. അപ്പോൾ അന്നൊരു വിഷയം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിൽ നവോത്ഥാനമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗലീലിയോ പുസ്തകം എഴുതിയത് ഇറ്റാലിയനിലാണ്. അപ്പോൾ അത് കാരണം അതിനു മുമ്പൊരു ജ്ഞാനികളുടെ ഭാഷയായിട്ടുണ്ടായിരുന്നത് ലാറ്റിനാണ്. അത് മാറിയിട്ട് മദർ ടങ്ങിലൊക്കെ എഴുതുന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ചിലർക്ക് അതൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം വളരെ പ്രഖ്യാതരായ വലിയ സയൻറ്റിസ്റ്റുകൾ ലാറ്റിനിലല്ലാതെ അവരുടെ മദർ ടങ്ങിൽ എഴുതിയുകൊണ്ട് മറ്റ് യൂറോപ്യൻ നാടുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് പിന്നെ വേറെ പലരും തിരിച്ച് കണ്ടെത്തിയ കഥകളൊക്കെ ഉണ്ട്. എന്നാലും ന്യൂട്ടൺ ഫസ്റ്റ് റോട്ട് ഹിസ് ബുക്ക് ഇൻ ലാറ്റിൻ. അപ്പോൾ അത് അടുത്ത കാലത്ത് കുറച്ച് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വായിക്കാം. കാരണം എന്താ, 2-3 ഇതുണ്ട്. ഒന്ന്, ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്, പൈസ കൊടുക്കാതെ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്, ഓൺലൈനിൽ റീഡ് ചെയ്യാം. ഇത് ലാറ്റിൻ തന്നെ റീഡ് ചെയ്യും, ലാറ്റിൻ തന്നെ ക്ലിക്ക് ചെയ്ത് കിട്ടും. എന്നിട്ട് അതിൻ്റെ അപ്പോൾ തന്നെ നമ്മുടെ AI ടൂൾസ് ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റഡ് സാധനവും വരും. സോ വെരി മാത്രം നമുക്കൊരു ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തത് സൗണ്ടിൻ്റെ വെലോസിറ്റി എവിടെയാണ് ന്യൂട്ടൺ ഡിറൈവ് ചെയ്തത്. അപ്പോൾ മുഴുവൻ തപ്പാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഡീപ് സിക്കിനോട് ചോദിച്ചപ്പോൾ ഇത്രാമത്തെ ബുക്കിൽ ഇത്രാമത്തെ ചാപ്റ്ററിൽ അതുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. സോ ഇറ്റ്സ് ഈസിയർ. 1687 ഇത് പബ്ലിഷ് ചെയ്തത്. പക്ഷേ ന്യൂട്ടൺ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയത് അതിനേക്കാൾ വളരെ മുമ്പായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ന്യൂട്ടൺ കണ്ടെത്തിയത് 1666 ഒരു മിറക്കിൾ ഇയർ എന്നൊക്കെ വേണ്ടി പറയുന്നത്. ഐൻസ്റ്റൈൻ്റെ കേസിൽ 1905 പറയുന്ന പോലെ ന്യൂട്ടൺ 1666 വെൻ ഹി വാസ് 23-24 years old. അതിന് കാരണം വെച്ചാൽ അദ്ദേഹം പഠിച്ചിരുന്ന സ്ഥലം പ്ലേഗുകാരൻ അടച്ചിട്ടു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് ഗ്രാവിറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ അന്നാണ് കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ വിൽ ജസ്റ്റ് റീഡ് ഔട്ട്. അപ്പോൾ നമ്മൾ ന്യൂട്ടനെ കുറിച്ച് പറയുമ്പോൾ ന്യൂട്ടൺ വലിയൊരു ബുദ്ധിജീവിയായിരുന്നു, എല്ലാം കണ്ടെത്തി എന്നുള്ളത് ദാറ്റ് ഈസ് എ സ്ലൈറ്റ്ലി ട്രിക്കി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ബിക്കോസ് ന്യൂട്ടൺ ഹിംസെൽഫ് ഹാസ് മെയ്ഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരുപാട് പേരുടെ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
I do not know what I may appear to the world, but to myself I seem to have been only like a boy playing on the seashore and diverting myself in now and then, finding a smoother pebble or a prettier shell than ordinary, whilst the great ocean of truth lay all undiscovered before me. അപ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു കാര്യം കണ്ടെത്താൻ ശ്രമിച്ച ഒരു ചെറിയ ബാലനായിരുന്നു ന്യൂട്ടൺ തന്നെ പറയുന്നത്. പിന്നെ ന്യൂട്ടൺ റോബർട്ട് ഹൂക്കിന് എഴുതിയ കത്തിൽ അതാണ് സൈഡിൽ കൊടുത്തിട്ട് ഞാൻ താഴെ വായിക്കാൻ പറ്റും തോന്നുന്നു. ഇഫ് ഐ ഹാവ് സീൻ ഫർദർ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദ ജയൻസ്. അതായത് ന്യൂട്ടൺ കൂടുതൽ കാണാൻ പറ്റിയത് ചില ജയൻസിൻ്റെ തോളത്ത് കയറി നിന്നതുകൊണ്ടാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ കണ്ടെത്തലുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഫ്രം കോപ്പർനിക്കസ്. അതിനു മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഫോർ സ്റ്റുഡൻസ് അറ്റ്ലീസ്റ്റ്. ഈ ന്യൂട്ടൺസ് ലോ എന്നൊക്കെ പറയണത് സാധാരണ ഹൈസ്കൂളിൽ 1 അവറിൽ 2 അവർ കൊണ്ട് പഠിപ്പിക്കുന്ന സംഗതിയാണ്. ബിക്കോസ് ന്യൂട്ടൺ ലോ വളരെ സിമ്പിളായിട്ടാണ് പറയുക. ഫസ്റ്റ് ലോ എന്താണ് പറയുക? അറിയില്ല, ന്യൂട്ടൺ ഫസ്റ്റ് ലോ അത് പറയാമോ? ഓക്കെ, എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പറഞ്ഞില്ലേ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അത് ന്യൂട്ടൺ 1687 പ്രിൻസിപ്പി വഴിയാണ് ഇത് പബ്ലിഷ് ആവുന്നത്. അതിനും ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക എഞ്ചിനീയേഴ്സൊക്കെ ജീവിച്ചിരുന്നു. ഇപ്പോൾ താജ്മഹലൊക്കെ പണിത് അതിന് മുമ്പാണ്, അല്ലെങ്കിൽ പിരമിഡൊക്കെ പണിത് ന്യൂട്ടനൊക്കെ മുമ്പാണ്. അതുപോലെ ആർക്കിമിഡീസ്, അരിസ്റ്റോട്ടിൽ, ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവരൊന്നും ഈ ന്യൂട്ടൺസ് ലോ കണ്ടുപിടിക്കാതിരുന്നത്? ഇത്രയും സിമ്പിളായിരുന്നെങ്കിൽ അതിനുമുമ്പ് 1000 വർഷം മുമ്പൊക്കെ ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പഴയ ആർക്കിമിഡീസൊക്കെ ഒരുപാട് ഫോമുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ന്യൂട്ടൺസ് ലോ കണ്ടുപിടിക്കാതിരുന്നത്? ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ ന്യൂട്ടൺ കോണ്ടംപററീസ് ആയിട്ടുള്ള അതിൽ തൊട്ടുമുമ്പിടെ ചില കാര്യമൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗലീലിയോ, ദക്കാർത്തയൊക്കെ ആലോചിച്ചത്. ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഗലീലിയോ ദക്കാർത്തെ എക്സാക്ട്ലി ന്യൂട്ടൺ ഫസ്റ്റ് ലോ അല്ല കണ്ടുപിടിച്ചത്, സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് സാധനങ്ങളാണ്. അപ്പോൾ ഒരു നല്ല ക്വസ്റ്റൻ അല്ലേ, ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് അതിനു മുമ്പുള്ളവർ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കാണും കണ്ടുപിടിക്കായിരുന്നത്. ഐ വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ സംതിങ്. അപ്പോൾ കോപ്പർനിക്കസ് പറയുമ്പോൾ ഒരാളെടുത്ത് പറയുകയാണ്, പക്ഷേ അതിൽ ചെറിയ പ്രശ്നമുണ്ട്. കാരണം കോപ്പർനിക്കസിന് മുമ്പ് ജീവിച്ചിരുന്ന പലരും, കോപ്പർനിക്കസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നവോത്ഥാനത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഒരു വലിയ സയൻറ്റിസ്റ്റുള്ള ഒരാളായിട്ട് പറയാറുണ്ട്. അപ്പോൾ യൂറോപ്പിൽ അതിനു മുമ്പ് എന്താ പറയുക ഡാർക്ക് ഏജസ് ആയിരുന്നു എന്ന് പറയും. പക്ഷേ അറബ് നാടുകളിൽ കുറേ സംഗതികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില അറബ് സയൻറ്റിസ്റ്റുകളൊക്കെ ടോളമിയുടെ മാതൃകയൊക്കെ സംശയിക്കാൻ തുടങ്ങിയിരുന്നു. അവർ ഈ മെഷർമെൻ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ടോളമിയുടെ മോഡൽ എത്ര പോരാന്നൊക്കെ സംശയം വന്നിരുന്നു. എങ്കിലും കോപ്പർനിക്കസ് ആണ് ഒരു റെവല്യൂഷണറി എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത്. എന്താണ് കോപ്പർനിക്കസിൻ്റെ ഐഡിയ? വാട്ട് ഈസ് ദ ബിഗ് ഡിഫറൻസ് ദാറ്റ് കോപ്പർനിക്കസ് മേഡ്? ആരെന്ന് പറയാമോ? Copernicus proposed heliocentric theory. Earlier, people thought the Earth is the center of the universe. അതാണ് നമ്മൾ കാണുന്നത്, ഭൂമിയോട് അനങ്ങാതെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കോപ്പർനിക്കസ് പറഞ്ഞ ഭൂമി സൂര്യനും കറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് ബിക്കം മച്ച് സിമ്പിളർ. അങ്ങനെ കോപ്പർനിക്കസ് ആണ് ഹീലിയോസെൻട്രിക് മോഡൽ കൊണ്ടുവന്നത്. കോപ്പർനിക്കസ് ഏതാണ്ട് മരിക്കാറായ സമയത്താണ് ഈ പുസ്തകം പബ്ലിഷ് ആകുന്നത്. അതുകൊണ്ട് കോപ്പർനിക്കസ് വലിയ മരിക്കില്ലാതെ രക്ഷപ്പെട്ടുപോയി, അല്ലെങ്കിൽ മരിച്ചുപോയി. പിന്നീടാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത്. അതിനു മുമ്പ് പറയേണ്ട ഒരു പേര് ടൈക്കോ ബ്രാഗി. ടൈക്കോ ബ്രാഗിയുടെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ടൈക്കോ ബ്രാഗി വെരി ഗുഡ് ഒബ്സർവർ. അപ്പോൾ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നത് ടൈക്കോ ബ്രാഗിക്കായിരുന്നു. കാരണം കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു ലിമിറ്റുണ്ട് നമ്മുടെ റെസൊല്യൂഷനിൽ, ഏതാണ്ട് അതുപോലെ അത് തിയററ്റിക്കൽ ലിമിറ്റ് ടൈക്കോ ബ്രാഗിയുടെ ഒബ്സർവേഷൻ എത്തിയിരുന്നു. സോ ഹി ഹാഡ് ഡേറ്റ വിത്ത് ആക്യുറസി ഓഫ് സംതിങ് ലൈക്ക് എ മിനിറ്റ്. ഒരു മിനിറ്റ് 2 മിനിറ്റൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി ഏറ്റവും ചെറിയ ആംഗിൾ, അത്ര ആക്യുറേറ്റിലെ ഡേറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ ടൈക്കോ ബ്രാഗെ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. ടൈക്കോ ബ്രാഗയുടെ മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്തിന് ചുറ്റും പ്ലാനറ്റ്സ് എല്ലാം കറങ്ങുന്നു, ജൂപ്പിറ്റർ മാറ്റം, എന്നിട്ട് അതെല്ലാം കൂടി സൂര്യനായിട്ട് കറങ്ങുന്നു. ഓക്കെ, അങ്ങനെ ഒരു മാതൃക എടുത്തപ്പോൾ
അല്ല സൂര്യൻ്റെ ചുറ്റും ഇതെല്ലാം കറങ്ങുന്നു, ഇതെല്ലാം കൂടി ഭൂമിയുടെ ചുറ്റും കറങ്ങുന്നു. ഭൂമി അനങ്ങാൻ നിൽക്കുന്നു, പക്ഷേ ഭൂമിയുടെ ചുറ്റും സൂര്യൻ കറങ്ങുന്നു. പക്ഷേ സൂര്യൻ്റെ ചുറ്റുമാണ് ബാക്കിയെല്ലാം സൂര്യൻ ബേസ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു സിസ്റ്റമാണ് ടൈക്കോ ബ്രാഹെ സജസ്റ്റ് ചെയ്ത്. കോപ്പർനിക്കസിൻ്റെ മാതൃകയല്ല. കോപ്പർനിക്കസിൻ്റെ മാതൃകയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചെറിയ പ്രശ്നങ്ങൾ, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കോപ്പർനിക്കസിൻ്റെ മോഡലിന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ, ദർ ഇസ് എ ക്വസ്റ്റ്യൻ. കോപ്പർനിക്കസ് പറയുന്നത് എർത്ത് സൂര്യനും കറങ്ങുകയാണെന്നാണ്. നമ്മളും പാഠപുസ്തകങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മളാരും കണ്ടിട്ടില്ല ഭൂമി ഇങ്ങനെ പാഞ്ഞു പോണതൊന്നും ആരും കണ്ടിട്ടില്ല. ബട്ട് ദാറ്റ് ഇസ് വാട്ട് ഇസ് ടോട്ട് എസ് കോപ്പർനിക്കസ് മോഡൽ. അപ്പോൾ ഭൂമി സൂര്യനും കറങ്ങി വരണമെങ്കിൽ ഒരു വർഷം സമയമെടുക്കാം. ഒരു ബർത്ത്ഡേ മുതൽ അടുത്ത ബർത്ത്ഡേ ഉള്ള സമയം കൊണ്ട് നമ്മൾ സൂര്യൻ്റെ കറങ്ങി വരും. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് യു കവർ? സണ്ണിൽ നിന്ന് എർത്തിലേക്ക് ഡിസ്റ്റൻസ് റഫ്ലി 15 crore kilometers. 2πr കണക്കാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് 100 കോടി കിലോമീറ്റർ റഫ്ലി നമ്മൾ കറങ്ങി വരണം. അത്രയും കറങ്ങണമെങ്കിൽ ഒരു വർഷം കൊണ്ട് സമയമുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ഏകദേശം 30 kilometers പോകണം. സോ വി ആർ മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് റഫ്ലി 30 kilometers per second. നിങ്ങൾക്ക് ആരും വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ അത്? നമ്മളിവിടെ ഇങ്ങനെ മഹാരാജാസ് ഹാളിൽ ഇരിക്കുമ്പോൾ 30 kilometers സ്പീഡിൽ ഒരു സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടു ഇമാജിൻ. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പക്ഷികൾ പറന്നു പോയാൽ തിരിച്ചു വരുമ്പോഴേക്കും ഭൂമി പോയിട്ടുണ്ടാവില്ലേ? ഇല്ല, പോയില്ലേ? നമ്മളൊന്ന് ചാടിയിട്ട് തിരിച്ചു താഴെ വീഴുമ്പോഴേക്കും ഭൂമി കുറേ കിലോമീറ്റർ പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് പറയാമെന്ന് ശരിയല്ല എന്നുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ് പറയണത് നിങ്ങൾ അങ്ങനെ പോയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇനേർഷ്യ എന്നുള്ള വെച്ചിട്ടാണ്. ഇനേർഷ്യയൊക്കെ വരുന്നത് ന്യൂട്ടൻ്റെ ഗലീലിയുടെ സമയത്താണ്. കോപ്പർനിക്കസിൻ്റെ കാലത്ത് ഇനേർഷ്യ എന്നുള്ള ഐഡിയ ഇല്ല. സോ അങ്ങനെ ഫസ്റ്റ് ലോ എന്നില്ല. എന്നാൽ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് വെരി ഡിഫിക്കൽട്ട് ഇമാജിൻ. അതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ നമ്മൾ എക്ലിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കോപ്പർനിക്കസിൻ്റെ തിയറി അത്ര പോരായിരുന്നു. കാരണം കോപ്പർനിക്കസിലും ചില പ്രശ്നം ഉണ്ടായിരുന്നു. ഹി അസ്യൂംഡ് എവറിത്തിങ് ഈസ് മൂവിങ് ഇൻ സർക്കിൾസ്. എലിപ്സ് കോപ്പർനിക്കസിൻ്റെ കാലത്തില്ല. സോ ഇറ്റ് വാസ് നോട്ട് വെരി ആക്യുറേറ്റ്. പിന്നെ ഇതിലുള്ള ഡയറക്റ്റ് എവിഡൻസ് ഒന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല കോപ്പർനിക്കസിൻ്റെ കാലത്ത്. കാൽക്കുലേഷൻ കുറച്ച് സിമ്പിളാകും എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പിന്നീടാണ് വരുന്നത്. സോ ടൈക്കോ ബ്രായുടെ മോഡൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കെപ്ലറാണ്. ടൈക്കോ ബ്രായുടെ ഡേറ്റ ആണ് കെപ്ലർക്ക് കിട്ടിയത്. ടൈക്കോ ബ്രായ ഒരു 10-25 വർഷത്തെ ഡേറ്റ കളക്ട് ചെയ്തിരുന്നു. എന്നിട്ട് ഈ കെപ്ലർ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്ന ബിഗ് ഡേറ്റ അനാലിസിസ് ആണ്. അത് ഒരു ദിവസം അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല. അതുകൊണ്ട് കെപ്ലർ 10-16 വർഷമെങ്കിലും എടുത്തിട്ടുണ്ട് ചുരുങ്ങിയത് ഈ ഡേറ്റ പിടിച്ചിരുന്നിട്ട്. അല്ലാതെ കെപ്ലർസ് ലോ 1 ലോ 2 ലോ 3 ലോ കുറേ വർഷം കൊണ്ടാണ് ഈ ലെവലൊക്കെ. ഒരുപാട് വേറെ മോഡലുകളൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കെപ്ലറുടെ ഈ പ്ലാനറ്ററി ഇതിലേക്ക് എത്തിയത്. അത് വലിയ പ്രശ്നമായി. അത് എലിപ്സ് എന്ന് പറയുന്നത് അന്ന് ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു, ഒരുപാട് പേർക്ക്. ഈവൻ ഗലീലിയോ പോലും എലിപ്സ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സർക്കിളിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. അതിനെന്താ വെച്ചാൽ അന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. സർക്കിളിൽ പോകണമെങ്കിൽ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാണ്. എന്താ കാരണം? അത് ഇറ്റ് ഇസ് നാച്ചുറൽ ഫോർ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് മൂവ് ഇൻ സർക്കിൾ. അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഗ്രാവിറ്റിയും വേണ്ട, ന്യൂട്രൺ ഐൻസ്റ്റീൻ ഒന്നും വേണ്ട. സർക്കിളാണെങ്കിൽ പെർഫെക്റ്റ് ബോഡീസാണ്, അതിലൂടെ പ്ലാനറ്റ്സിലേക്ക് ക്യാൻ മൂവ് എന്നുള്ളതായിരുന്നു ഗലീലിയോയുടെയും കോപ്പർനിക്കസിൻ്റെയും അതിനുമുമ്പ് ടൈക്കോ ബ്രായുടെ ഒരുപാട് പേരുടെ ഐഡിയ. പക്ഷേ കെപ്ലർ സർക്കിൾ വെച്ച് ഫിറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. പലതരം സർക്കിളുകളൊക്കെ എടുത്ത് നോക്കിയിട്ടൊന്നും അതിനൊരു കുറച്ച് മിനിറ്റ്സിൻ്റെ വലിയ എററൊന്നുമില്ല, ഒരു 8 മിനിറ്റിൻ്റെ എററൊക്കെ വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, കെപ്ലർ പറഞ്ഞു, ടൈക്കോ ബ്രായ്ക്ക് എന്തായാലും 8 മിനിറ്റ് എററൊന്നും വരില്ല. അതുകൊണ്ട് അവസാനം എലിപ്സിലേക്ക് എത്തി. അത് ഞാൻ പറയാൻ കാരണം ദാറ്റ് ഈസ് റിലവൻറ്റ് ടു അവർ പ്രിൻസിപ്പിയ. അത് കഴിഞ്ഞ് പിന്നെ ഗലീലിയോ ആണ് ഈ കോപ്പർനിക്കസിൻ്റെ മാതൃക എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കുറേ ശ്രമം നടത്തിയത്. ഗലീലിയോയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഹി ഗുഡ് ഗോട്ട് ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് വെച്ച് നോക്കുമ്പോഴാണ് നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം മെർക്കുറിയുടെ ഇത് കാണാൻ പറ്റും, വീനസിൻ്റെ ഒരു ക്രസൻറ്റ് ഷേപ്പ് ഉണ്ട്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അല്ലെ ഫേസസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സൺഡേ ചുറ്റും കറങ്ങാണെന്നല്ലേ പറ്റുള്ളൂ. പിന്നെ നേരത്തെ ഞാൻ ഒരുപാട് ഐഡിയ തെറ്റാണെങ്കിലും കിട്ടും. ജൂപ്പിറ്റർ നോക്കിയാൽ ജൂപ്പിറ്റർ സാറ്റലൈറ്റ്സ്, അപ്പോൾ ജൂപ്പിറ്റർ സാറ്റലൈറ്റ്സ് എന്തായാലും ജൂപ്പിറ്ററിനാണ് ഇറങ്ങുന്നത്. പിന്നെ സണ്ണിനെ കുറിച്ചും മൂണിനെ കുറിച്ചും നേരത്തെ ധാരണകളൊക്കെ മാറുന്നത് ടെലിസ്കോപ്പ് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഗലീലിയോ ഒരു ടാസ്ക്കായിട്ട് എടുത്തു. എന്തുകൊണ്ടാണ് ഈ ഭൂമി നീങ്ങുന്നത് നമ്മൾ അറിയാതിരിക്കുന്നത്?
ഭൂമി നീങ്ങുന്നത് അറിയാതിരിക്കുക. അപ്പോൾ അത് ഗലീലിയോ പല ഇൻട്രസ്റ്റി തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. സോ യു ഇമാജിൻ എ ബിഗ് ഷിപ്പ് ഗോയിങ് ത്രൂ ഓഷ്യൻ. ഷിപ്പ് മൂവ് ചെയ്യേണ്ടിരിക്കുക, നമ്മൾ അകത്ത് റൂമിലിരിക്കുകയാണെങ്കിൽ ഷിപ്പ് മൂവ് ചെയ്യാണെന്ന് അറിയില്ല. ഇറ്റ് ഇസ് മൂവിങ് യൂണിഫോംലി. അങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് ഇനേഷ്യ എന്നുള്ള ഐഡിയയിലേക്ക് ഗലീലിയോ എത്തി. ആൻഡ് ഗലീലിയോ ഡിഡ് എക്സ്പെരിമെൻറ്റ്സ്, സിസ്റ്റമാറ്റിക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. ഈ ഇൻക്ലൈൻ പ്ലെയിൻ വച്ചിട്ട് പെൻഡുലം വച്ചിട്ടൊക്കെ. നേരെ ഡ്രോപ്പ് ചെയ്ത എക്സ്പീരിയൻസിന് വലിയ ഗുണം ഉണ്ടായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു കനോട്ട് മേക്ക് മെഷർമെൻറ്റ്സ്. നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുമ്പോഴേക്കും സാധനം താഴെത്തും. അല്ല, സ്റ്റോപ്പ് വാച്ച് ഒന്നുമില്ല, സ്റ്റോപ്പ് വാച്ചൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ടൈം മെഷർമെൻറ്റിന് ഹാർട്ട് ബീറ്റൊക്കെ വെച്ചിട്ടാണ് ആദ്യം ഗലീലിയോ ചെയ്തിരുന്നത്. ഒരു ഹാർട്ട് ബീറ്റ് അടിക്കുന്ന ഒരു പിന്നെ സാധനമെല്ലാം താഴെ എത്തിയാട്ടോ. സോ ഇതാണ് കുറേ സ്ലോ ഡൗൺ ചെയ്തിട്ട് അങ്ങനെ ഇൻക്ലൈൻ പ്ലെയിനും ഇതൊക്കെ വെച്ചുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഐ വിൽ നോട്ട് ഗോ ടു ഡീറ്റെയിൽസ്. അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ്സും പിന്നെ കുറേ തിങ്കിങ് പ്രോസസ്സും ലോജിക്ക് എല്ലാം വച്ചിട്ടാണ് ഗലീലിയോ ഇനേഷ്യ എന്നുള്ള ഐഡിയയിലേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഗലീലിയോ പറഞ്ഞത് ഒരു സാധനം വിട്ട് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിൻ്റെ സർഫസ് അനുസരിച്ചിട്ട് പോകുന്ന സാധനമാണ് ഹൊറിസോണ്ടൽ എടുത്ത്. എർത്തിൻ്റെ സർഫസ് എങ്ങനെ സ്ഫെറിക്കലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിട്ട് എങ്ങനെ പോകും, സ്ട്രെയിറ്റ് ലൈനല്ല എപ്പോഴും. വളരെ റേഡിയസ് കൂടിയ ഒരു സർക്കിൾ, അങ്ങനെയാണ് ഗലീലിയോ അസ്യൂം. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഗലീലിയോ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ശരിയല്ല. ഗലീലിയോ പറഞ്ഞത് എർത്തിൻ്റെ റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിലൂടെ പോയിക്കൊണ്ടിരിക്കും. സമുദ്രത്തിൽ നിരപ്പൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ചെറിയൊരു വളവുണ്ട്, കാരണം വലിയൊരു സർക്കിളാണ്. അതിനുശേഷം ഡെക്കാർത്തെ എന്ന് പറയുന്ന ഡെക്കാർത്തെ നിങ്ങൾക്ക് അറിയാം. ഡെക്കാർത്തയുടെ പേരിലാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഡെക്കാർത്തെ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയി. ഡെക്കാർത്തെ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് വേണ്ടത്, ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് പോവുക. പക്ഷെ ഡെക്കാർത്തെ വേറൊരു അബദ്ധം ചെയ്തു. ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണം, പുഷിങ് പുള്ളിങ്, അല്ലാതെ ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസിൻ്റെ സംഗതി ഡെക്കാർത്തെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഡെക്കാർത്തെ പറഞ്ഞു ഇത് സൂര്യൻ്റെ ചുറ്റും പ്ലാനറ്റ്സ് മൂവ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ഫോഴ്സ്. അതുവരെയുള്ള മോഡലുകളിൽ കോപ്പർനിക്കസിൻ്റെ അതൊന്നും ഫോഴ്സ് ഉള്ളതില്ല. അപ്പോൾ ഫോഴ്സ് എങ്ങനെ വരുന്നു? ആൻഡ് ഡെക്കാർത്തെ ഹാഡ് ഹിസ് ഓൺ തിയറി യൂസിങ് വോർട്ടീസസ്. ചുഴികൾ പോലുള്ള സംഗതി സൂര്യൻ്റെ ചുറ്റും ഉണ്ടാവും. അതിങ്ങനെ പോയിട്ട് ഭൂമി എങ്ങനെ തിരിക്കൊണ്ടുപോകും, ഭൂമിയുടെ ചുറ്റും മൂണിനെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഫിസിക്കലി ആയിട്ടുള്ള വോർട്ടെക്സ് ആണെന്നുള്ള തിയറിയാണ് ഡെക്കാർത്തേക്ക് ഉണ്ടായിരുന്നത്. അത് ഒരുപാട് കാലത്തേക്ക് ആ തിയറി കണ്ടിന്യൂ ചെയ്തു. ഈ ന്യൂട്ടൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ഫ്രാൻസിലൊക്കെ വോർട്ടെക്സ് തിയറിയാണ് പിന്നീട് കുറച്ചെല്ലാം ഉണ്ടായിരുന്നത്. ഇതുപോലെ കെപ്ലർക്കും മനസ്സിലായിരുന്നു സർക്കിൾ അല്ലാത്തുള്ളത്. കെപ്ലർ പ്രപ്പോസ് ചെയ്ത തിയറി മാഗ്നറ്റിസമാണ്. അന്ന് ഗിൽബർട്ടിൻ്റെ മാഗ്നറ്റിസ് തിയറി വന്നിരുന്നു. അപ്പോൾ എർത്ത് വലിയ മാഗ്നറ്റാണ്, സണ്ണ് ഇതുപോലെ മാഗ്നറ്റാണ്. മാഗ്നറ്റിക് ഫോഴ്സസ് വെച്ചിട്ടാണ് ഈ പ്ലാനറ്റ്സ് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു കെപ്ലർക്ക് ഉണ്ടായിരുന്ന ഐഡിയ. പിന്നെ റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മൈക്രോഗ്രാഫിയാണ്. റോബർട്ട് ഹൂക്ക് 1/r² എന്നുള്ള ഐഡിയ വന്നിരുന്നു. വേറെ ചിലരും 1/r² വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്തത് ഐസക് ന്യൂട്ടനാണ്. പിന്നെ അവിടെ പറയേണ്ട ഒരു കാര്യം 16 അല്ല, പക്ഷേ 1/r² ഉള്ള ഫോഴ്സ് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞു റോബർട്ട് ഹൂക്ക്. ഈ വലിയ എടുത്തു പറയേണ്ട കാര്യം 1660 ആയപ്പോഴേക്കും ബ്രിട്ടൻ റോയൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അർത്ഥം ഒരുപാട് പേര് ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇടയ്ക്കിടയ്ക്കെല്ലാം എക്സ്പീരിയൻസ് ഡെമോൺസ്ട്രേഷൻ, അതിൻ്റെ ചാർജ് ആയിരുന്നു റോബർട്ട് ഹൂക്കിന്. അപ്പോൾ എക്സ്പീരിയൻസ് കാണിക്കും, ആൾക്കാർ ടിക്കറ്റ് കൊടുത്ത് പൈസ എടുത്ത് അവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കും. ആദ്യം റോയൽ സൊസൈറ്റിക്ക് ബിൽഡിംഗ് ഒന്നും ഉണ്ടായില്ല, വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് പല സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ആ ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളത്. ന്യൂട്ടൻ്റെ പ്രിൻസിപ്പിൾ പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ അടുത്ത കാലത്ത് ഒരു തർക്കം ഉണ്ടായി, എത്ര കോപ്പി പബ്ലിഷ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരാൾ കണക്കെടുത്ത് ഇപ്പോൾ എത്ര കോപ്പി ഉണ്ട്, അയാൾ കണക്കെടുത്ത് അവസാനം കിട്ടിയത് പ്രിൻസിപ്പിയുടെ 386 കോപ്പി എന്താ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ കൊള്ളു പ്രിൻ്റ് ചെയ്ത് കാണണമല്ലോ. അപ്പോൾ അത്രയും അന്ന് പ്രിൻ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ അർത്ഥം അത്രയും ഡിമാൻഡ് അന്ന് പുസ്തകത്തിന് വലിയ വിലയാണ് അന്ന് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ $3 മില്യൺ കിട്ടുമെന്നാണ് പറയണത്. അത്രയും വിലയുണ്ട്, അത്രയും ആ ഫസ്റ്റ് എഡിഷന്
അപ്പോൾ ലൈബ്രറിയിലൊക്കെ പോയി തപ്പി നോക്കാം, ന്യൂട്ടൺ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച്. ഓക്കെ, നൗ അതിൻ്റെ ചെറിയ ഹിസ്റ്ററി ടൈം ലൈൻ. 1687 ആദ്യത്തെ എഡിഷൻ, 500 കോപ്പി എന്നാണ് പറയുന്നത്. 1713 സെക്കൻഡ് എഡിഷൻ, 750 കോപ്പി. 1726 തേർഡ് എഡിഷൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് വരുന്നത് 1729. അപ്പോൾ നമ്മൾ പഠിക്കുന്നതെല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെച്ചുള്ളത്. അത് ന്യൂട്ടൻ്റെ കാലത്ത്, ന്യൂട്ടൺ അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോയിരുന്നു. ന്യൂട്ടൻ്റെ കാലത്ത് ഇംഗ്ലീഷ് എഡിഷൻ ഇറങ്ങിയിട്ടില്ല. പിന്നീട് 1759 ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ എമിലി ഡു സാറ്റ്ലി, ഫ്രഞ്ച് പേരാണെന്ന് ഞാനതിൻ്റെ പ്രൊണൗൺസിയേഷൻ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുക. അതത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ഫ്രഞ്ച് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവർ ഒരു വുമൺ സയൻറ്റിസ്റ്റാണ്. അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത് മാത്രമല്ല, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതായത് അതിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ കുറേ അധികം ഒരു പുസ്തകത്തിൻ്റെ പകുതിയിലധികം അവർ എഴുതി. എനർജി കൺസർവേഷനുള്ള ഐഡിയ ഒക്കെ ഈ മെക്കാനിക്സിൽ കൊണ്ടുവന്നത് ഇവരാണെന്ന് പറയുന്നുണ്ട്. ന്യൂട്ടൺ മൊമെൻ്റം കൺസർവേഷൻ ആലോചിച്ചിട്ടുണ്ട്, എനർജി കൺസർവേഷൻ ആലോചിച്ചിട്ടില്ല. ആദ്യം കുറച്ച് ഡെഫിനിഷൻസ്, ആക്സിയംസ്, പിന്നെ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന് പറഞ്ഞിട്ട് ഐഡിയൽ കണ്ടീഷനിലുള്ള മൂവ്മെൻറ്റ്, വാക്യൂമിലുള്ളത്, പിന്നെ റെസിസ്റ്റിംഗ് മീഡിയത്തിലുള്ളത്, പിന്നെ ഓൺ ദി സിസ്റ്റം ഓഫ് ദി വേൾഡ് പറഞ്ഞ ദ ഹോൾ സോളാർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഗതിയിലാണ്. ഞാൻ ഇത്തിരി സ്പീഡിൽ പോവാം. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, ഇപ്പോൾ നമ്മൾ മാസ് എന്ന് പറയുന്ന സാധനത്തിന് ആ വാക്കലെ വെച്ച് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനിഷൻ ഇത്തിരി ഫണ്ണി ആയിട്ട് തോന്നും നമുക്ക്. ഈസ് ദി മെഷർ ഓഫ് ദി സെയിം എറൈസിങ് ഫ്രം ഇറ്റ്സ് ഡെൻസിറ്റി. ഡെൻസിറ്റിയും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് മാസ് എന്നാണ്. അപ്പോൾ അതിലൊരു തമാശ വന്നു. ഡെൻസിറ്റിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ എന്നൊക്കെ തോന്നാമല്ലോ. പക്ഷെ അവിടെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ന്യൂട്ടൺ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നത് സത്യമാണ്. അതിപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, മാസ് എന്താണെന്ന് പറയണമെങ്കിൽ. കാരണം ഇപ്പോൾ എങ്ങനെയാണ് മാസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഖ്യകൾക്ക് മാസ് വന്ന് ഹിഗ്സ് മെക്കാനിസം വഴി വയ്ക്കുകയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്രയൊന്നും എളുപ്പമല്ല. എന്നാൽ എല്ലാ മാസം ഹിഗ്സ് മെക്കാനിസം വഴി പറ്റിയവില്ല. അപ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റിയാണ്. കൂടുതൽ വരുന്നതനുസരിച്ചിട്ട് മാസ് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ബോഡിയുടെ കൂടെ വേറൊരു ബോഡി, അതിൻ്റെ 3 ഇരട്ടി ബോഡി ഉണ്ടെങ്കിൽ 3 ഇരട്ടി മാസ് ഉണ്ടാവും എന്നുള്ള ഐഡിയ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡെഫിനിഷൻ 2 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മൊമെൻ്റ് എന്ന് വിളിക്കുന്ന ഇതാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിയൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങിയ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം അന്ന് വന്നില്ല. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ എന്ന് പറയുന്നത് മൊമെൻ്റത്തിനാണ്. ഇപ്പോൾ നമ്മൾ മൊമെൻ്റ് എന്ന് വിളിക്കുന്ന ക്വാണ്ടിറ്റീസാണ്. ഇതുപോലെ കുറേ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അതിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞ്, ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നതല്ല ശരിക്കും ന്യൂട്ടൺ പറഞ്ഞത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ലൂക്ക എന്നുള്ള മാഗസീനിൽ കുറച്ചൊരു സീരീസ് ആയിട്ട് എഴുതുന്നുണ്ട്. അതിൻ്റെ പേര് ഒരു ഫിസിക്സ് അധ്യാപകൻ്റെ കുമ്പസാരങ്ങൾ എന്നുള്ളതാണ്. ചിലർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് പഠിപ്പിച്ച പലതും തെറ്റാണ്. അപ്പോൾ അപ്പോൾ 1-2 തീർക്കാൻ ഇപ്പോൾ എട്ടനായി, എനിക്ക് അങ്ങ് പോണ്ടി വരും. അപ്പോൾ അതിലൊരു ഇഷ്യൂ എന്താണെന്ന് പറയാം. ഇത് ന്യൂസായിട്ട് വരുന്നത് 2023 മിസ് ട്രാൻസ്ലേഷൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഡിസ്കവേർഡ് ആഫ്റ്റർ നിയർലി 300 ഇയേഴ്സ്. അപ്പോൾ ഈ 1729 ആൻഡ്രൂ മോട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ കാരണം ഞാൻ ഒന്നുകൂടി പറയാം. ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺ ഫസ്റ്റ് എന്താ പറയുക, സംതിങ് ഈസ് എ റെസ്റ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഇൻ റെസ്റ്റ്. അത് ആർക്കും തർക്കമില്ല. യൂണിഫോം മോഷനുള്ളൊരു വസ്തു യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ന്യൂട്ടൺ പറഞ്ഞായിട്ട് നമ്മൾ പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാം ആരെങ്കിലും. യൂണിഫോം മോഷനുള്ളൊരു വസ്തു അത് യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒരു ഫോഴ്സും ഇല്ല. ഒരു എക്സാമ്പിൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ ഒരു എക്സാമ്പിൾ കിട്ടിയിട്ടില്ല. ചില ലൈറ്റ് എന്നൊക്കെ പറയും. ന്യൂട്ടൺ തിയറംസ് ലൈറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഗ്രാവിറ്റി. ലൈറ്റ് ബെൻഡ് ചെയ്യും, പക്ഷേ വളരെ ചെറുതായി നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ന്യൂട്ടൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊരു സംശയം വന്നിരുന്നു. ഇങ്ങനെ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തു അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ന്യൂട്ടൻ്റെ വീണ്ടും ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ലാറ്റിൻ അറിയാവുന്നവർക്ക് വായിക്കാം. ഇത് ലാറ്റിൻ ഒറിജിനാണ് ന്യൂട്ടൻ്റെ ഇതിലെഴുതിയിരുന്നത്. താഴെയുള്ള പുസ്തകം അങ്ങനെ തന്നെ എടുത്താണ്, മുകളിൽ അതിൻ്റെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനേതായാലും വായിക്കാൻ ശ്രമിക്കുന്നില്ല.
അതിലൊരു വാക്ക് ആണ് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് നേരത്തെയുള്ള ക്വാറ്റിനസ് എന്നുള്ളൊരു വാക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ ആൻഡ്രമോട്ട് ട്രാൻസ്ലേഷനിലേക്ക് ആയിരുന്നു. എവരിബഡി പ്രിസർവ്സ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ റൈറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ടു ചേഞ്ച് ദാറ്റ്. പക്ഷേ ഒറിജിനലിൽ ആ വാക്കിൻ്റെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഈ ക്ലൗഡ് എ ഐ എന്ന് പറഞ്ഞാൽ എ ഐ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ഇങ്ങനെ കിട്ടുക. കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇതാണ്. എക്സെപ്റ്റ് ഇൻ സോഫാർ. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതിൽ ന്യൂട്ടൺ അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂട്ടൺ എന്താ ഉദ്ദേശിച്ചെന്ന് പറയുകയാണെങ്കിൽ പിന്നത്തെ ഉള്ള പാരഗ്രാഫ് വായിക്കുക. പ്രൊജക്റ്റ് ഞാൻ വായിക്കാം. അതായത് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവില്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ന്യൂട്ടൻ്റെ ഇംഗ്ലീഷിൽ ആക്ഷൻ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ സെക്കൻഡിൽ പറയുന്ന ഫോഴ്സ് തന്നെയാണ് തേർഡിലില്ല. ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലൊന്നുമല്ല. അപ്പോഴും ഒരു തർക്കം ഉണ്ടാവും. വലിയ തടിയനായുള്ള ഒരാൾ പിടിച്ചൊരു ചവിട്ടി അല്ല ഒരു തള്ളി മറിക്കുന്നു. രണ്ട് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കുമോ? ഒരു ട്രെയിൻ വന്നിട്ട് ഒരാൾ ഇടിക്കുന്നു. അപ്പോൾ ട്രെയിൻ അയാളിലാണ് ഫോഴ്സ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് അതോ ഇയാൾ ട്രെയിനിലാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷേ ന്യൂട്ടൺ അതൊക്കെ ക്ലിയറായിട്ട് ന്യൂട്ടൺ തേടുള്ള അതിലൊക്കെ ശരിയാണ് കേട്ടോ ഞാൻ പറയും. അപ്പോൾ ന്യൂട്ടൺ ചെയ്തത് ഈ സെക്കൻഡ് ലോ ചുമ്മാ എഴുതില്ല ചെയ്ത് കുറേ എക്സ്പീരിയൻസ് വഴിയിട്ടാണ്. പെൻഡിലും വെച്ചിട്ട് അത് ഡീറ്റെയിൽസ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ഒന്നും സമയമില്ല. പിന്നെ നിങ്ങൾ ഒറിജിനൽ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനാണ് ഞാനിത് ശ്രമിക്കുന്നത്. ഇതിൽ ഈ പെന്നിൽ പലതരത്തിലുള്ള പെന്നിലും വെച്ച് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻ്റം ട്രാൻസ്ഫർ നമുക്ക് മെഷർ ചെയ്യാം. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഏതാണ്ട് മൊമെൻ്റത്തിന് പ്രൊപ്പോർഷനായിട്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാം. ന്യൂട്ടൺ പെൻഡിലും വെച്ച് കുറേ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് പെൻഡിലും വരെയൊക്കെ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഗോൾഡും വുഡൊക്കെ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഒരുപോലെ ആയിരിക്കും. ഗോൾഡ് ചെറുതായിരിക്കില്ലേ? അപ്പോൾ ചെയ്താൽ ഒരു വുഡിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കും. അതിനകത്ത് ഗോൾഡ് ഒളിപ്പിച്ച് അകത്ത് വയ്ക്കും. ഫ്രിക്ഷൻ അപ്പോൾ ഒരേപോലെ ആയിരിക്കും. സെൻറ്ററിലൊക്കെ വെച്ച് അങ്ങനെ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആണത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് ലോ കണ്ടെത്തിയത്. ഇത് തേർഡ് ലോയിലെ കുറിച്ചൊരു എക്സ്പ്രഷനാണ്. അത് മുഴുവൻ വായിക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ പറയാൻ സംഗതി എന്ന് വെച്ചാൽ ഇതൊരു എർത്തിൻ്റെ ഓരോ പീസസ് തമ്മിലുള്ളത് ഇക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കാണിക്കാൻ പറ്റുകയാണ്. അല്ലെങ്കിൽ എർത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ ന്യൂട്ടൺ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു വലിയ പാത്രം എടുക്കുക, അതിൽ വെള്ളം, അതിൽ പുറത്ത് രണ്ട് സാധനം ഫ്ലോട്ട് ചെയ്തെടുക്കുക. ഒന്നൊരു മാഗ്നറ്റ്, ഒന്നൊരു ഇരുമ്പിൻ്റെ കഷ്ണം, ഒരു ചെറിയ പാത്രത്തിലാക്കി ഫ്ലോട്ട് ചെയ്തിടുക. അപ്പോൾ മാഗ്നറ്റ് ഇരുമ്പിനെയാണ് കൂടുതൽ ആകർഷിക്കുക, അത് ഇരുമ്പ് മാഗ്നറ്റിനെയാണ് ആകർഷിക്കുക? സ്റ്റുഡൻസ് പറയാൻ പറ്റുന്നില്ല. മാഗ്നറ്റിൻ്റെ പവറാണ് ആകർഷിക്കാറ്, ഇരുമ്പിനായിട്ട് അങ്ങനെ ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷേ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാത്രം എടുത്ത് തമ്മിൽ ഒന്ന് മുട്ടിയിരിക്കും. ഒരു ഫോഴ്സ് കൂടുതലാണ് എന്ത് പറ്റും? നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. നെറ്റ് ഫോഴ്സ് എന്ത് പറ്റും? ദിൽ ബി ആക്സലേഷൻ. അപ്പോൾ ഇത് ഈ മാഗ്നറ്റും ഇതും കൂടിയും അങ്ങ് യാത്ര ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. ഫോഴ്സ് നെറ്റ് ഫോഴ്സാണ്. അതുകൊണ്ട് ആക്സലേഷൻ ഉണ്ടാവും. ആക്സലേഷൻ്റെ വെലോസിറ്റി കൂടി ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഇൻഫിനിറ്റ് സ്പീഡിൽ അങ്ങ് പാഞ്ഞു പോകും. അത് ഇമ്പോസിബിൾ ആണല്ലോ ഒരു കോമൺ സെൻസ് വെച്ചിട്ട്. അതുകൊണ്ട് തേർഡ് ഉണ്ടായേ പറ്റുള്ളൂ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം.